വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കാത്തതിനെതിരെ ബിജെപി പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. നാലമ്പല തീർത്ഥാടനത്തിന് നിരവധി ഭക്തരെത്തുന്ന വേളയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് തെളിയിക്കാൻ അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. ബിജെപി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല തങ്ങൾക്കല്ലെന്ന ഗീതാഗോപി MLAയുടെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നിലപാട് ശരിയല്ലെന്ന് ബിജെപി പ്രവർത്തകർ പറഞ്ഞു. അടിയന്തരമായി ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. MV വിജയൻ, ലാലൂണുങ്ങൽ, NS ഉണ്ണിമോൻ, CJ ജിനു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ 17ാം വാർഷികാഘോഷം വലപ്പാട് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്നു. ഗീതാഗോപി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വയം പര്യാപ്ത പ്രവർത്തനങ്ങളിൽ വിവിധ പദ്ധതികളുടെ ആസൂത്രണമായി കേരളത്തിന്റെ തന്നെ ഭരണ സംവിധാനങ്ങളിൽ ഒരു നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ നല്ല രീതിയിലുള്ള സന്നദ്ധ സേവനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്ന് കുടുംബശ്രീ. കുടുംബശ്രീയിൽ അംഗത്വം സ്വീകരിച്ച ഏതൊരു അമ്മയ്ക്കും സ്വയം ചിന്തിക്കാനും സ്വയം പര്യാപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനെ അതിലുപരി പദ്ധതി നിർവഹണ രംഗത്തും കൂടി നല്ലൊരു സേവനം ചെയ്യാൻ ഈ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള അമ്മമാർക്ക് സാധിക്കുന്നു. അത്രയും നിലവാരത്തിലേക്ക് സ്ത്രീ സമൂഹം ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഇത്തരം കുടുംബശ്രീയുടെ സന്നദ്ധമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെയും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് നേടിയ ഡോക്ടർ NA മാഹിനെ ആദരിച്ചു. തുടർന്ന് മെഡിക്കൽ എൻട്രൻസ് 43ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി S ചങ്കരംകുളത്തിനെയും SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ മുതിർന്ന വനിതാംഗങ്ങളെയും മുൻകാല CDS ചെയർപേഴ്സൺമാരെയും ആദരിച്ചു. ഇതോടനുബന്ധിച്ച് കുടുംബശ്രീ ഗ്രാന്റ് വിതരണം, വലപ്പാട് CDS സ്നേഹനിധി സമർപ്പണ ഉദ്ഘാടനവും നടത്തി. K. മനോജ് റിപ്പോർട്ട് അവതരണം നടത്തി. മല്ലികാദേവൻ, K. ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജുള അരുണൻ, അബ്ദുൾ മജീദ്, PM അബ്ദുൾ ഗഫൂർ, കൃഷ്ണവേണി പ്രമോദ്, NS ധർമ്മൻ മാസ്റ്റർ, ശിഭ പ്രദീപ്, സുനിത ബാബു, CK കുട്ടൻ മാസ്റ്റർ, ശശികല ശ്രീവത്സൻ, ശൈലജ രാജൻ, VG സദാനന്ദൻ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. SNDP യോഗം എടമുട്ടം ഈസ്റ്റ് ശാഖ മൈക്രോ ഫിനാൻസിന്റെ വാർഷികാഘോഷം നടത്തി. എടമുട്ടം SNS സമാജം ഹാളിൽ നടത്തിയ വാർഷികാഘോഷ പരിപാടികൾ യോഗം ബോർഡ് മെമ്പറും യൂണിയൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായ ജയന്തൻ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിന് നാം കാരണം വളരെ നിർണായക ഘടകം എന്ന് പറയുവാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് 9-ാം തീയതി SNDP യോഗത്തിന്റെ പുതിയ ചെലവ് നേടുവാൻ വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. എടമുട്ടം ഈസ്റ്റ് ശാഖ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് കൺവീനർ പ്രവിത നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കരയാമുട്ടം ശാഖാ സെക്രട്ടറി നരേന്ദ്രൻ തയ്യിൽ, സൈന ദിലീപ്, മഹാദേവൻ പാണപ്പറമ്പിൽ, സുരേന്ദ്രൻ കമ്മാറ, സുധീർ സിംഗ്, ഗിരിജ ജ്ഞാനപ്രകാശ്, വസന്തൻ എരനെഴുത്ത്, ഗീതാ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ദർശന സമയം തുടങ്ങുന്ന പുലർച്ചെ 3:30 മുമ്പ് തന്നെ ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിന് മുൻപിൽ അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറേ നടയിലെ ഭണ്ഡാരവും കടന്ന് പോളി ജംഗ്ഷനിലേക്ക് ഭക്തരുടെ ക്യൂ നീണ്ടു. മൊബൈൽ വഴിപാട് കൗണ്ടർ സംവിധാനം ദർശനത്തിനെത്തിയ ഭക്തർക്ക് സഹായകരമായി. ക്ഷേത്രത്തിനകത്ത് ദേവസ്വം അധികൃതർ ഭക്തജനങ്ങൾക്കായി കുടിവെള്ളവും പടിഞ്ഞാറേ നടപ്പന്തലിൽ തൃപ്രയാർ സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാപ്പിയും വിതരണം ചെയ്തു. ക്ഷേത്രമൂട്ടുപുരയിൽ ഭക്തർക്കായി പ്രസാദഊട്ടും വിതരണം ചെയ്യുന്നുണ്ട്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ ദിവ്യബലിക്ക് ശേഷം വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിപ്പുമുണ്ടായി. തുടർന്ന് നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോയ് മുക്കൻ മുഖ്യ കാർമ്മികനായി. ഊട്ടുനേർച്ച വിതരണത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
കൊടുങ്ങല്ലൂരിൽ CPM ലോക്കൽ സെക്രട്ടറിയെയും യുവമോർച്ച മേഖലാ പ്രസിഡന്റിനെയും ആക്രമിച്ചു. സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമുള്ള സുമേധ അവാർഡ് സമർപ്പിച്ചു. ദേശീയപാത 17-ൽ 4 വ്യത്യസ്ത അപകടങ്ങളിൽ 5 പേർക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.